സ്വർഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ചെയ്താൽ ദൈവം എന്തൊക്കെ തരട്ടെ നിനക്ക് ഉത്തരം തരും എന്നുള്ള മനസ്സോടു കൂടി മാറിയാൽ മക്കൾ എങ്ങനെയാലും ഇതിലോട്ട് വരും. മുസ്ലിം മാതാപിതാക്കളുടെ അടുത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന സംഭവമാണിത്. നിസ്കരിക്കുന്നില്ല, ഓതുന്നില്ല. ഞാൻ പറയട്ടെ, ഈ നിസ്കാരം ഓത്തൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ളതൊക്കെ പറയുന്നത്, അതൊരു ഏജ് ഓഫ് ടൈം ഉണ്ട്. ഒരു കുട്ടി 7 വയസ്സ് ഖുറാനിൽ പറയുന്നുണ്ട്, 7 വയസ്സായിട്ട് മകൾ നിസ്കരിക്കാൻ പഠിപ്പിക്കണം. 7 വയസ്സാവുന്ന സമയത്ത് 10 വയസ്സായാലും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? ക്രൂര മനസ്സാണോ അതിൽ കാണിക്കുന്നേ? റബ്ബ് നമ്മളെ അടുത്ത് പറയുന്ന, അല്ലെങ്കിൽ പ്രവാചകൻ നമ്മളെ അടുത്ത് പറയുന്ന ക്രൂര മനസ്സാണോ കാണിക്കുന്ന? അല്ല. ആ സമയത്ത് പറഞ്ഞാലേ കുട്ടികൾ കേൾക്കുള്ളൂ. അത് പോയിട്ടൊരു 17-18 വയസ്സ് പറഞ്ഞിട്ട് ആ 17-18 വയസ്സൊക്കെ കുട്ടി ഒരു ഏജിലെത്തി. ഇതാണ് എന്റെ ജീവിതം നീ ഇങ്ങനെയാണ്, എന്റെ ജീവിതം ഇങ്ങനെ പോയാലേ എനിക്ക് രസം ഉണ്ടാവുള്ളൂ എന്നുള്ള തരത്തിലേക്ക് എത്തിയാൽ കുട്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറയേണ്ട സമയത്ത് പറയണം. മക്കളെ നോ പഠിപ്പിക്കാൻ പഠിക്കണം. ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ചെറിയ കുട്ടികൾ പോലും ഡ്രഗ്സിൽ അഡിക്റ്റ് ആണ്. കുഞ്ഞു മക്കൾ പോലും ഡ്രഗ്സിൽ അഡിക്റ്റാ. നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ദിവസവും കേൾക്കുന്ന ന്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു പേടിയാണ്. മക്കളെ സ്കൂൾ പറഞ്ഞേക്കാൻ പോലും പേടിയാണ്. ചെറിയ കുട്ടികൾക്ക് ചെറിയ മിഠായി കൊടുത്തിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പൊ നമ്മളൊരു ചാന്ദിനിയുടെ കഥ കേട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും സിമ്പിൾ ആണ്. പക്ഷെ ആ മക്കൾ എന്ത് ചെയ്യണം? കുഞ്ഞു മക്കളെ പോലും നോ പറയേണ്ട സമയത്ത് നോ പറയാൻ പഠിപ്പിക്കണം. ആരെങ്കിലും തെറ്റ് ചെയ്തത് കണ്ടാൽ, ആരെങ്കിലും തെറ്റിലേക്ക് നമ്മൾ വിളിക്കുന്നത് കണ്ടാൽ, എന്നെ കൊണ്ട് അത് കഴിയൂല, ഞാൻ അതിലേക്ക് പോകേണ്ട വ്യക്തിയല്ല എന്നുള്ളത് പറയാനുള്ള ഒരു കരുത്ത് മക്കൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും ഒരു ടീനേജർ എന്ന നിലക്ക്, ഒരു 10+2 അല്ലെങ്കിൽ +1 സ്റ്റുഡൻസിന്റെ അടുത്ത് നിലക്ക് ആരെങ്കിലും പെട്ടെന്ന് ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ആയിട്ട് എന്തെങ്കിലും ഒരു പൊടിയോ എന്തെങ്കിലും ആയിട്ട് വന്നാൽ ചിലപ്പോ എന്ത് ചെയ്യും? അതിലേക്ക് മെല്ലെ ചാടും. ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും എന്നറിയോ? സ്റ്റാർട്ടിങ് ഒന്നുമില്ല, സിമ്പിൾ ആയിരിക്കും. ഒരു മിഠായി എന്തെങ്കിലും തന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആ മിഠായി നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകും. അപ്പൊ 2-3 മിഠായി ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് തരും. പിന്നീട് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. ക്യാഷ് നമുക്ക് പാരന്റ്സ് ചോദിക്കാൻ പേടിയായിരിക്കും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? കട്ടെടുക്കാൻ തുടങ്ങും. അവിടെയാണ് ഒരു കള്ളന്റെ ഒരു ലക്ഷണം ആ കുട്ടികൾ തുടങ്ങുന്നത്. ആ ക്യാഷ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യും? കട്ടെടുക്കാൻ തുടങ്ങും. ഉമ്മയുടെ ബാഗെന്നും ഉപ്പാടെ കീശിന്നും അങ്ങനെ പൈസ എടുത്തെടുത്തെടുത്തെയും എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് ആ മിഠായി കഴിക്കാനുള്ള ക്യാഷ് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്നുള്ള മനസ്സ് മാത്രമായിരിക്കും ആ കുട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇവിടെ എവിടെ പരാജയപ്പെടുന്നത്? മക്കളെ നോ പറയാൻ പഠിപ്പിക്കേണ്ട സമയത്ത് നോ പറയാൻ പഠിപ്പിച്ചില്ല എന്നത് മാത്രമാണ്. നമ്മൾ ജനിക്കുന്ന മുതൽ ആ കുട്ടി ഒരു വയസ്സാവുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പോലും നമ്മൾ എന്നും പറയാ, ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങല്ലേ, ഞാൻ അതിലേക്ക് പോകല്ലേ എന്നുള്ളൊരു മനസ്സ് മക്കളിൽ ക്രിയേറ്റ് ചെയ്യാം. കരുത്തുള്ളൊരു മനസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഒന്നാലോചിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ചാഞ്ചാട്ടം കിട്ടിയാൽ മതി, മക്കള് വീഴും. മക്കളുടെ മനസ്സാണ് നിഷ്കളങ്ക മനസ്സാ, ചെറിയ മനസ്സാ. എന്തെങ്കിലും ആരെങ്കിലും ഒരു സ്നേഹം കാണിച്ചു കൊടുത്താൽ പോലും വീഴുന്ന മനസ്സാണ് കുട്ടികളത്. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ. പ്രേമം അടുത്ത ടോപ്പിക്കാണ്. പ്രേമം. മാതാപിതാക്കൾക്ക് ഇങ്ങനെ തോന്നുന്നു, മോള് പ്രേമത്തിലാണ്, മോൾക്കൊരു ചെക്കനെ ഭയങ്കര അഗാധമായ പ്രേമത്തിലാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ പ്രേമത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്തതാണ്. അതായത് ഒരു കുട്ടി ഭയങ്കരമായിട്ട് പ്രേമത്തിലാണ്, ഒരു ചെക്കനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, അഗാധമായ പ്രേമത്തിലാണ്. ആ കുട്ടിക്ക് ആ ചെക്കനില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള തരത്തിലായി മാറി. അങ്ങനെ പോകുന്ന സമയത്ത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തി ലാസ്റ്റ്. അപ്പൊ ഈ കുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തി. ആ സൈക്കോളജിസ്റ്റ് പോയ സമയത്ത് ആ കുട്ടിയോട് ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ പ്രേമിക്കാൻ കാരണം ചോദിച്ചു. അപ്പൊ അവളൊന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, അവനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എല്ലാം അവന് ചെയ്തു കൊടുക്കുന്ന, അവന് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്, സ്കൂൾ വിട്ടാൽ അവൻ എന്നെ വീട്ടിലാക്കി തരും എന്നുള്ള തരത്തിലൊക്കെ ആ കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവന്റെ മെറിറ്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് ആ ഒരു സൈക്കോളജിസ്റ്റ് അപ്പോ ഉപ്പാടും ഉമ്മാടുത്ത് ചോദിച്ചു, നിങ്ങൾ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾ നന്നായിട്ട് സ്നേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വേണ്ടി എല്ലാ സ്നേഹം അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായി പോയി എന്ന് പറഞ്ഞു. കാരണം എന്താ ചോദിച്ചു മാതാപിതാക്കള്. അപ്പൊ ഈ സൈക്കോളജിസ്റ്റിന് ഒരു ഉത്തരം കിട്ടാതായി. കാരണം സാധാരണ മക്കൾ പ്രേമത്തിലേക്ക് പോകുന്ന എപ്പോഴാന്ന് വെച്ചാൽ വീട്ടിൽ സ്നേഹം കിട്ടാത്ത സമയത്താണ്.
വീട്ടില് ചിലപ്പോ ഉപ്പ ഭയങ്കര ബിസി ആയിരിക്കും, ഉമ്മ ഭയങ്കര ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും സ്നേഹിക്കുന്നുണ്ടാവില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഒരാൾ സ്നേഹിക്കുന്ന സമയത്ത് ആ കുട്ടി എങ്ങനെയായാലും ചാടും. ആ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടില് സ്നേഹം കൊടുക്കണം. ഒരു വീടെന്ന് പറയുന്നത് സ്നേഹത്തിന് ഒരു കംഫർട്ട് സോണായി മാറണം. മക്കളുടെ ഉപ്പ ഉമ്മ എന്ന് പറയുന്നത് സ്വന്തം കൂട്ടുകാരെ പോലെ ആയിരിക്കണം. അവിടെയാണ് നിങ്ങൾ ഓരോ മാതാപിതാക്കളും വിജയിക്കുന്നത്. എന്ത് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു മാതാപിതാക്കളായി മാറണം നിങ്ങൾ. അവിടെയാണ് നമ്മൾ പരാജയം വരുന്നത്. എന്ത് കുട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്കത് പറയണം, അല്ലെങ്കിൽ എനിക്ക് ആ കുട്ടിയോട് എനിക്കല്ലേ ഉപ്പ ഉമ്മാടും പറഞ്ഞാൽ എനിക്കതിന് ഉത്തരം കിട്ടും എന്നുള്ളൊരു തോട്ട് ഓഫ് മൈൻഡിൽ ആ കുട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രേമത്തിലോ ഒരു മണ്ണാങ്കട്ടിയിലോ ആ കുട്ടി ചാടൂല. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് സൈക്കോളജിസ്റ്റ് ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, എന്താ മോളെ അവന് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? അവൻ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നീ ആ ഒരു പ്രേമത്തിലേക്ക് പോകാൻ കാരണം എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് ഉപ്പാടും ഉമ്മാടും പുറത്തിറങ്ങാൻ പറഞ്ഞു സൈക്കോളജിസ്റ്റ്. ആ പുറത്തതിന് ശേഷം ആ കുട്ടി ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഞാൻ ഉപ്പിയമ്മയും സ്നേഹിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അതായത് വീട്ടിലൊരു സ്നേഹം ഉപ്പിയമ്മയും തമ്മിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജ് എനിക്ക് വേണ്ട. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ, എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ മതി. അതുകൊണ്ടാണ് ഞാൻ അവനെ തിരഞ്ഞെടുത്തത്. അവൻ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇതുപോലെ എന്ത് ചെയ്യും, അവൻ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും സ്നേഹിക്കും. ഇതാണ് ആ കുട്ടി പറഞ്ഞ ഉത്തരം. അതായത് വീട്ടില് ഉപ്പയും ഉമ്മയും തമ്മിൽ സ്നേഹം കാണുന്നില്ല. അതായത് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും വീട്ടിൽ വന്നാൽ ചിലപ്പോൾ ഉപ്പയും ഉമ്മയും ഭയങ്കര വഴക്കാണ്, പക്ഷെ ആ കുട്ടിക്ക് എന്താണ്, ആ കുട്ടിയോട് ആ മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്, ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ട്. അതേസമയം വീട്ടില് തല്ലാണ്, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നറിയോ, അറേഞ്ച്ഡ് മാരേജ് ആയാൽ വീട്ടിൽ തല്ലായിരിക്കും, വീട്ടിലതായിരിക്കും, ഉപ്പയമ്മയും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്കൊരു അറേഞ്ച്ഡ് മാരേജ് വേണ്ട, എന്നെ സ്നേഹിക്കുന്ന ഒരുത്തനെ എനിക്ക് കെട്ടിയാൽ മതി എന്നുള്ള തരത്തിലാണ് ആ കുട്ടി പ്രേമത്തിലേക്ക് ചാടുന്നത്. പറയുന്നത് വേറെ ഒന്നുമില്ല, മക്കള് പ്രേമത്തിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കുക, വീട്ടിൽ ആ സ്നേഹം കൊടുക്കുന്നത് അവള് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അവളെടുത്ത് അല്ലെങ്കിൽ അവന്റെ അടുത്ത് ഞാൻ വീട്ടിൽ സ്നേഹം കൊടുക്കുന്നുണ്ടോ. ചില പാരന്റ്സ് ഒക്കെ ഭയങ്കര ബിസി ആയിരിക്കും, അല്ലെങ്കിൽ മക്കളോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടായിരിക്കും. ഈ കുട്ടികളോട് ചോദിച്ചാൽ മതി, ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാന്ന് വെച്ചാൽ ഉമ്മ എന്ന് പറയും, ഏറ്റവും ദേഷ്യമുള്ള ആളെന്ന് വെച്ചാലോ അതും ഉമ്മ എന്ന് പറയും. മിക്ക ബോയ്സിനോടും ഗേൾസിനോടും ചോദിച്ചാൽ മതി, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരെന്ന് വെച്ചാൽ ഉമ്മയായിരിക്കും, പക്ഷെ അതേസമയം ഏറ്റവും ദേഷ്യമുള്ള വ്യക്തി ആയിരിക്കും, അതും ഉമ്മയായിരിക്കും. എന്തുകൊണ്ടാന്നറിയില്ല. ഉമ്മ ചീത്ത പറയും, ഉമ്മ സ്നേഹിക്കും, ഉമ്മ ലാളിക്കും. അതേസമയം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, അതിന് വേണ്ടിയുള്ള ചീത്തയും കാര്യങ്ങളും. പിന്നെ അന്നത്തെ ദിവസം മൊത്തം കോളാവും ചിലപ്പോ ചീത്ത കേട്ടാൽ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങനെ ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര ലാളനയായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ചില മക്കളൊക്കെ അടിച്ചാല്, ഉമ്മമാരൊക്കെ ഇവിടെ ഉണ്ട്, ചിലപ്പോ മക്കളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഭയങ്കരമായിട്ട് അടിക്കും. അടിച്ചു കഴിഞ്ഞ് രാത്രി ഉമ്മമാർക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമായിരിക്കും, അതോ ഇന്ന് ഓനെ അടിച്ചല്ലോ എന്നുള്ള ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് മോളെ അല്ലെങ്കിൽ മോനെ ഭയങ്കര സ്നേഹിക്കാരം. സോറി കേട്ടോ, അതായിട്ടോ, അത് മെല്ലെ ഈ തെറ്റ് ചെയ്തുകൊണ്ട് അടിച്ചതാട്ടോ എന്നുള്ള മനസ്സ് ചിലപ്പോ ഉമ്മമാർക്ക് ഉണ്ടാകും. അതേ മനസ്സിനെയാണ് മക്കൾക്കുള്ളത്. ഭയങ്കര നിഷ്കളങ്കമായ മനസ്സാ. പുറത്തുനിന്ന് ഒരാളെ സ്നേഹം കിട്ടിയാൽ ഭയങ്കരമായിട്ട് ചാടുന്ന മനസ്സാ ഇപ്പത്തെ കുട്ടികളുടെ, പ്രത്യേകിച്ച് ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികൾ. ഒന്നും സ്ട്രോങ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എത്ര ആത്മഹത്യകളെ വളർന്നു വരുന്നത്. പ്രേമം ബ്രേക്കപ്പ് ആയാൽ, അല്ലെങ്കിൽ പ്രേമത്തിൽ നിന്ന് പോയാൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ടിവിയുടെ റിമോട്ട് കൊടുത്തില്ലെങ്കിൽ, ഇതൊക്കെ എന്താണ്, അനങ്ങിയാലും പിടിച്ചാലൊക്കെ ആത്മഹത്യയാണ്. മാതാപിതാക്കൾക്ക് പോലും പേടിയാണ് ഇപ്പൊ മക്കളെ കുറിച്ചിട്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇതിന് കാരണം എന്താ, മക്കളിലൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു കരുത്തുള്ളിയില്ലാത്തത് കൊണ്ടാണ്. മക്കളെടുത്ത് പറയാ, ഈ ജനറേഷൻ എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയും ഹാർഡ് ആയിട്ടുള്ള ജനറേഷനാണ്. അതിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളെടുത്ത് സ്വന്തമായിട്ട് ഒരു ഇഷ്ടം, ഒരു പാഷൻ ഉണ്ടാകും. അവരെന്ത് ചെയ്യാ, സ്റ്റഡീസിലെ മേലെ എല്ലാം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുക, എഡ്യൂക്കേഷൻ പരമായിട്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് ഇനിയുള്ള ലോകത്തിലുള്ള ജോബ് സാധ്യത എന്ന് പറയുന്നതൊക്കെ നോക്കുന്നത് സ്കിൽസ് വെച്ചിട്ടാ. അതായത് ആ കുട്ടിയുടെ കഴിവ് വെച്ചിട്ടാ. ഒരിക്കലും പഠനത്തെ സംബന്ധിച്ചിടത്തല്ല ആ കുട്ടിയുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോകുന്നത്. ആ കുട്ടിയുടെ ഇഷ്ടം എന്താണ്, ആ കുട്ടിയുടെ കഴിവാണ് നോക്കുന്നത്. ഇപ്പൊ ഒരു ജോബിൽ പോലും, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് പോലും ആ കുട്ടിയോട് ആദ്യം ചോദിക്കുന്നത് ആ കുട്ടിയുടെ കഴിവുകൾ മാത്രമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല, മക്കളുടെ ഇഷ്ടം. ഇപ്പൊ സ്റ്റുഡൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളടുത്ത് പറയാൻ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവാം. ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം. എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. ഔട്ട് ഇപ്പോ +2 കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹൈ സാലറി വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാന്ന് പറയട്ടെ, ആ കുട്ടിക്ക് കാലിഗ്രഫി ഭയങ്കര ഇഷ്ടമാണ്.
കാലിഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ അറബിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ട് റെസിനാട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്തു, ഈ കുട്ടി എന്താ വെച്ചാല് ഈ കുട്ടിക്ക് ഇത് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഈ കുട്ടിയുടെ താല്പര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വരക്കലും അറബിക് കാലിഗ്രഫി ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്ത് ചെയ്തു, അതൊരു ജോബാക്കി മാറ്റാം, അല്ലെങ്കിൽ അതൊരു ജോലിയാക്കി മാറ്റുക എന്നുള്ള തരത്തില് ആ കുട്ടി മറ്റുള്ള കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിച്ച് മാസത്തില് മോർ ദാൻ 2 lakh അല്ലെങ്കിൽ മാസത്തില് 2 ലക്ഷത്തിലധികം ആ കുട്ടി ഏൺ ചെയ്യാൻ തുടങ്ങി. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ആ കുട്ടിയുടെ ഇഷ്ടം മാത്രം നോക്കിയാണ്. അതിന്റെ പിന്നില് മാതാപിതാക്കളെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ മാതാപിതാക്കൾ എന്റെ അടുത്ത് വന്ന് ചോദിക്കും, മിൻഹ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, മിൻഹ എത്രയും വലിയ വേദിയിൽ നിൽക്കുന്നുണ്ട്, മിൻഹയുടെ ഡ്രസ്സിങ് സ്റ്റൈല് മാറുന്നില്ലല്ലോ, മിൻഹയുടെ ഇസ്ലാമിക് ആയിട്ടുള്ള ചിട്ടകൾ മാറുന്നില്ലല്ലോ, ഇതിനുള്ള കാരണം എന്താന്ന് ചോദിക്കും. ഇതിനുള്ള കാരണം പണ്ട് മുതലേ തുടങ്ങിയതുകൊണ്ടാണ്. അതായത് ഒരു 7 വയസ്സ് മുതൽ എന്നിങ്ങനെ വാർത്തയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നതും എന്റെ ഡ്രസ്സിങ് സ്റ്റൈല് മാറാത്തതും. അത് പഠിപ്പിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. നമ്മളെ മക്കളുടെ അടുത്തൊക്കെ പറയും 5 വക്ത് നിസ്കരിക്കുക, 5 വക്ത് ഓത്, പ്രാർത്ഥിക്ക്, അതാക്ക് ഇതാക്ക്. വീട്ടിലെന്ത് ചെയ്യാ, നിങ്ങൾ അത് ചെയ്തു തുടങ്ങുക. മക്കളെ മുന്നിൽ നിന്ന് നിങ്ങൾ നിസ്കരിച്ചോളി, മക്കളെ മുന്നിൽ നിന്ന് നിങ്ങളുടെ ഖുർആൻ ഓതിക്കോളി, മക്കളെ മുന്നിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളി, ദൈവത്തോടെ എത്ര വേണമെങ്കിലും പ്രാർത്ഥിച്ചോളി. റിലീജിയസ് ആയിട്ട കാര്യം മക്കളെ മുന്നിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ മക്കളെ മുന്നിൽ ചെയ്യുന്ന സമയത്ത് മക്കൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുമ്പോൾ മക്കളുടെ ഉള്ളിൽ തന്നെ താനേ ഒരു സ്പാർക്ക് ചിലപ്പോൾ പൊട്ടും. എനിക്ക് ദൈവത്തോട് ചോദിക്കണം, എനിക്ക് ദൈവത്തോട് കരയണം, ദൈവത്തോട് മാപ്പ് പുറക്കില് ഏടണം, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തോട് എന്റെ തെറ്റുകൾ പുറത്തുതരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള മനസ്സ് മക്കളുടെ ഉള്ളിൽ താനേ വരും. ഇതിന്റെയൊക്കെ ബേസ് എന്താണെന്നറിയോ, ഒക്കെ വീടുകളിലാണ്, എല്ലാം വീടുകളിലാണ്. നിങ്ങൾ എങ്ങനെയാണ് വീട്ടിലിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ മക്കള്. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്താണ്, മക്കള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമറ പോലെ, ശരിക്കൊരു ക്യാമറയാണ് മക്കള്. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മക്കൾ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റുഡൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റുഡൻസ് പൊതുവെ പറയും എനിക്കതില്ല, ഇതില്ല, ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറയും. ഒരു ചെറിയ കഥ പറയാം. നിക് വി ജോസിക്കിന്റെ കൈകളും കാലുകളും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിക് വി ജോസിക് എന്ന് പറയുന്നത്. കൈയുമില്ല കാലുമില്ല, പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഭയങ്കര ഹൈ സാലറി വാങ്ങുന്ന, ഭയങ്കരമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിക് വി ജോസിക് എന്ന് പറയുന്നത്. കൈകളില്ല കാലുകളില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒന്നല്ല ചെയ്യുന്നത്, നമ്മൾ കൈകളുണ്ട് കാലുകളുണ്ട്, പക്ഷെ നമ്മൾ കാലുകളൊക്കെ നമ്മുടെ ഈ ഒരു എന്നാലും നമുക്ക് അനുഗ്രഹങ്ങൾ പോരാ. എനിക്കില്ല, കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു നമുക്ക് ശീലമായി മാറി. പണ്ട് മുതലേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഈ നിക് വി ജോസിനെ സംബന്ധിച്ചിടത്തോളം നിക് വി ജോസിക്ക് വലിയ അതായത് സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും ആ കുട്ടി കാണുന്നത് എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ കളിക്കുന്നു. അതായത് കൂടെയുള്ള കൂട്ടുകാരെല്ലാരും കളിക്കുന്നു, എല്ലാരും വരക്കുന്നു, ചിരിക്കുന്നു, പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിക് വി ജോസിക്കിന് ഇതൊന്നും പറ്റണില്ല. ഈ നിക്ക് എന്ന് പറഞ്ഞ കുട്ടി കംപ്ലീറ്റ്ലി ചെയറിലാണ്, കസേരയിലാണ്. ഈ കുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ല, വായിക്കാൻ, അതായത് കേൾവിയുണ്ട്, സംസാരിക്കാനെല്ലാം പറ്റും. പക്ഷെ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം, നടക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റണില്ല. ഈ കുട്ടി ഇങ്ങനെ സങ്കടം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തു, 2-3 പ്രാവശ്യം ഈ കുട്ടി എന്ത് ചെയ്യാണ്, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടുകൊണ്ട് ആത്മഹത്യയൊന്നും നടക്കാതെ ആ കുട്ടി വീണ്ടും ജീവിതം മുന്നോട്ട് പോവാണ്. അപ്പോ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ആ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്, 2-3 പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, പക്ഷെ ഞാൻ മരണപ്പെടുന്നില്ല. ഈ മരണപ്പെടാതിരിക്കാനുള്ള കാരണം ദൈവത്തിന് ഞാനിവിടെ വേണ്ടി വരും. അതായത് ഈ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിന് വേണ്ടി വരും എന്നുള്ള ചിന്തയാണ് നിക് വി ജോസിന് വരികയാണ്. അതെന്ത് ചെയ്തു, നിക് വി ജോസിക്ക് ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇനി മരണത്തേക്കില്ല, എനിക്ക് ദൈവം തന്ന കഴിവുകൾ വെച്ച് ഞാൻ ജീവിക്കാനുള്ള തരത്തില് നിക് വി ജോസിക്ക് ജീവിക്കാൻ തുടങ്ങി. നിങ്ങളൊന്നും ആലോചിക്കണം, കയ്യുമില്ല കാലുമില്ല, ആ കുട്ടി ജീവിക്കാൻ തുടങ്ങാണ്. ആ കുട്ടിക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എന്റെ വായ അല്ലെങ്കിൽ എന്റെ സംസാരം, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്, ഇതെല്ലാം വെച്ച് ഞാൻ ഈ ലോകത്ത് എങ്ങനെയെങ്കിലും അറിയപ്പെടുന്നുള്ള മനസ്സ് നിക് വി ജോസിക്കിന് വരികയാണ്. ആ സമയത്ത് നിക്ക് മനസ്സിൽ വിചാരിച്ച ഒരു സംഭവമുണ്ട്, എനിക്ക് കൈയില്ല കാലുമില്ല, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ദൈവത്തോട് നന്ദി സ്തുതി എന്ന് പറയുന്നുണ്ട്.
നിക്കിന്റെ ബുക്കിൽ പറയുന്ന കാര്യങ്ങളാട്ടോ. നിക്ക് വിജോസിക്കിന്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഡയറി ഉണ്ട്. അതിൽ പറയുന്നതാണ്, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആ കുട്ടി ഒരിക്കലും എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റുന്നുള്ള മനസ്സല്ല കൊടുത്തത്. ആ കുട്ടിയുടെ അനുഗ്രഹങ്ങൾ ആലോചിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, വിജോസിക്ക് ജീവിതം തുടങ്ങാണ്. ഒരുപാട് വലിയ വലിയ പഠനങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് ആ കുട്ടി അറിയപ്പെട്ടൊരു മോട്ടിവേഷൻ സ്പീക്കറായി മാറി. ഇപ്പോ അദ്ദേഹത്തിന് ഒരു ഫാമിലി പോലും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയുടെ ഒരു ചെറിയൊരു മൈൻഡാ. അതായത് ഒരുപാട് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച് അതായത് പരാജയപ്പെട്ട സമയത്ത് പോലും ആ കുട്ടി ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ആത്മഹത്യയിലെ ഞാൻ മരിക്കുന്നില്ല. 2-3 പ്രാവശ്യം ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അതായത് പൂളിൽ ഇറങ്ങി പൂളില് ചാടിക്കൊണ്ട് അങ്ങനെയെങ്കിലും മുങ്ങി മരിക്കാനുള്ള തരത്തിൽ ആ കുട്ടി പോകുന്നുണ്ട്. ഇപ്പൊ നിക്ക് വിജോസിക്ക പറഞ്ഞ വ്യക്തി സ്വിമ്മിങ് പോലും പഠിച്ചു. കൈയില്ല കാലില്ല, സ്വിമ്മിങ് പോലും പഠിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ തോട്ട് എങ്ങനെയാ പോയത്? എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്റെ അനുഗ്രഹങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിച്ചു ആ കുട്ടി. ഇത്രയേ ഉള്ളൂ. ദൈവത്തോട് നന്ദി പറയാ, പടച്ചവനോട് നന്ദി പറയാ, സ്തുതിക്കുക, കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും വേണ്ടി സ്തുതിക്കുക. എന്ത് കാര്യങ്ങളായിക്കോട്ടെ മക്കളെ ചേർത്ത് പിടിക്കാൻ നോക്കുക. പ്രശ്നങ്ങൾ വരുന്ന സമയത്തും സങ്കടങ്ങൾ വരുന്ന സമയത്തും സന്തോഷങ്ങൾ വരുന്ന സമയത്തും ചിലപ്പോ ചെറിയ മക്കളൊക്കെ ഈ സ്കൂളിലൊക്കെ നല്ല മാർക്ക് കിട്ടിയാൽ ചിലപ്പോ ഓടി വന്ന് ഉപ്പാടും മടക്കെ പറയും, എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് ഇതായിട്ടോ എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ വന്ന് ഷെയർ ചെയ്യും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ആക്കൂല ചില സമയങ്ങളിൽ. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മാർക്ക് അല്ലെങ്കിൽ ആ വലിയൊരു ടീച്ചർ തന്ന ഒരു ചെറിയ സ്റ്റാർ ആയിരിക്കും. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ സംഭവമായിരിക്കും. അത് ഭയങ്കര സന്തോഷത്തോടെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയാം, ഈ ചെന്ന് പേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാവുന്ന വേദനയുണ്ട്. ചെറിയ മക്കളായിരിക്കും, LKG-യിലോ UKG-യിലോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് ചിലപ്പോൾ ടീച്ചർ 3 സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഉപ്പമാടോ അല്ലെങ്കിൽ ഉമ്മമാരോടോ ആരുടെയെങ്കിലും വന്ന് ഭയങ്കര സന്തോഷത്തോടെ കാണിച്ചിരിക്കും. ടീച്ചർ 3 സ്റ്റാർ ഇട്ട് വന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് പേക്ക് കുറച്ചുണ്ട് കാണാന്നുള്ള പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് വരുന്ന സങ്കടമുണ്ട്. മാതാപിതാക്കൾക്ക് എന്നെ ഇഷ്ടമില്ല, എന്നെ ആർക്കും സ്നേഹമില്ല, അങ്ങനെയുള്ള മനസ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ആ കുട്ടി എന്തെങ്കിലും സന്തോഷം ആ കുട്ടിയുടെ ജീവിതത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് പിടിച്ച്, ആ മോളെ വാ, ഇത് ടീച്ചർ ഇട്ട് തന്നതാണോ, നന്നായിട്ടുണ്ടല്ലോ കാണാൻ, മോള് ഇത്ര ഉഷാറാണല്ലോ എന്നുള്ള തരത്തിൽ നിങ്ങളൊന്ന് മാറി വെക്കൂ. ചിലപ്പോ 10ൽ 8 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, 10ൽ 10 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, 10ൽ 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. 2 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ അവരെ സമാധാനിപ്പിച്ചു കൊടുത്തോളൂ. എന്റെ മോൾ ഇത്ര ഉഷാറാണോ, എന്റെ മോൾ ഇത്ര ഉഷാറാണോ എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കരുത്തും കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അവിടെയാണ് മക്കൾ ശരിക്കും ഇങ്ങനെ കോൺഫിഡൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് 2 മാർക്ക് കിട്ടിയാൽ നമ്മളൊരു ദേഷ്യമാണ് തുടങ്ങും. എപ്പോഴും പറഞ്ഞതാണ് പഠിക്കാൻ 24 മണിക്കൂർ ഫോണാന്ന് പറഞ്ഞാണ്ട് ഒരു ഡയലോഗ് ഉണ്ടാകും. 24 മണിക്കൂർ ഫോണാണ്, എപ്പോഴെങ്കിലും ഒന്ന് പുസ്തകം വെച്ച് തുറന്നു വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഈ ഫോണ് കാണാൻ കാരണം പഠനത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്ത് മാർക്ക് വന്നാലും ചിലപ്പോൾ വീട്ടിൽ ദേഷ്യമായിരിക്കും. ഇപ്പോ ഒരു 50-ൽ അല്ലെങ്കിൽ 10-ൽ 9 മാർക്ക് വന്നാലും ചില മാതാപിതാക്കൾക്ക് പോരാ, 10-ൽ 10 മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ 20-ൽ 20 മാർക്ക് വാങ്ങണം എന്നുള്ളൊരു വാശി ഉണ്ടാവും പാരന്റ്സിന്. അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. മക്കൾ എന്ത് നന്മ കാര്യങ്ങൾ ചെയ്താലും, മക്കളെ തെറ്റ് ചെയ്താൽ അവരെ ചീത്ത പറയാൻ പകരം അവരെ ഉപദേശിക്കല്ല വേണ്ടത്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ ഉപദേശമലയിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ചീത്ത പറഞ്ഞിട്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് മക്കളോട് ഒരു കാര്യമില്ല, കേൾക്കൂല. മക്കളടുത്ത് എന്താ പറയേണ്ടി അറിയോ? അത് ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇത് ചെയ്താൽ എന്തൊക്കെ നിന്റെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവിടെ ഉപദേശിക്കല്ല വേണ്ടത്, ചീത്ത പറയല്ല വേണ്ടത്. ഈ ചീത്ത പറലൊക്കെ എന്താ ചെയ്യാറോ, മെല്ലെ മെല്ലെ അങ്ങനെ ഒഴിവാക്കാം. ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ വിടും. ഞാനൊരു വിദ്യാർത്ഥിയാണ്, അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ചീത്ത പറഞ്ഞാൽ എന്താ പറയുക, അല്ലെങ്കിൽ അടിച്ചാൽ എന്താ, ഇന്നും ഇപ്പം അടിച്ചു, അതിനിപ്പോ എന്താ, നാളെ ഇനി പടി വാങ്ങിയാലും വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ വേദന ഒന്നും ഇല്ല എന്നുള്ള മനസ്സായിരിക്കും. നേരെ മറിച്ച് ആ തെറ്റ് ചെയ്താൽ ആ കുട്ടി ഫേസ് ചെയ്യാൻ പോകുന്ന ഭാവിയിൽ ആ കുട്ടി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തെറ്റിനോട് മെല്ലെ ഇങ്ങനെ പിന്നോട്ടടിക്കാൻ പറ്റും. ഈ പ്രേമം എന്നുള്ള സംഭവത്തിലേക്ക് ചാടുന്ന മക്കളുടെ അടുത്ത് ഒന്ന് അവരെ പോയി സ്നേഹിക്കാം. മാതാപിതാക്കളൊക്കെ നല്ല സ്നേഹിക്കാൻ പഠിക്കുക. മക്കളൊന്ന് ചേർത്ത് പിടിക്കുക. സ്നേഹമായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, എന്ത് തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും അവരൊന്ന് ചേർത്ത് പിടിക്കുക. സ്റ്റുഡൻസിന് വേണ്ടത് അതാണ്.
പ്രത്യേകിച്ച് ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടത് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുണ. നിങ്ങൾ ഈ സമയത്ത് നമുക്ക് കിട്ടാതാകുമ്പോഴാണ് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് അതിലൊരു ചാഞ്ചാട്ടം വരുന്നത്. ഞാൻ പറയുന്നത് വേറൊന്നുമില്ല മക്കളെ, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാൻ പഠിപ്പിക്കാം. എന്താണ് നന്ദി? അനുഗ്രഹം, കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി പഠിപ്പിക്കുക. എന്ത് വലുതായിക്കോട്ടെ, എന്ത് ചെറുതായിക്കോട്ടെ, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പഠിപ്പിക്കുക. ഒരു ദിവസം തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ അന്ന് രാത്രി കിടക്കുന്നത് വരെ ദിവസം മൊത്തം അനുഗ്രഹങ്ങളാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങൾ, നടക്കാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, ഇതൊക്കെ ഓരോ അനുഗ്രഹങ്ങളാ. ഇതൊക്കെ ദൈവം തരുന്നതാ. ഇതിനോടൊക്കെ ആരുടെ നന്ദി പറയാം? ദൈവത്തോട് തന്നെ നന്ദി പറയണം. നന്ദി പറയാൻ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യമാണ് പുറത്തു കൊടുക്കാൻ പഠിപ്പിക്കുക. പുറത്തു കൊടുക്കുക. മക്കളെടുത്ത് മാത്രമല്ല, നിങ്ങളും പുറത്തു കൊടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? മെല്ലെ മെല്ലെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക. മൂന്നാമത്തെ കാര്യമാണ് സ്നേഹം. ഇത് വെറും സ്നേഹമല്ല, അൺകണ്ടീഷണൽ ലവ്, അഗാധമായി സ്നേഹിക്കുക. എന്തിനെ? എന്തെങ്കിലും നന്മ കാര്യങ്ങൾ ചെയ്താൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. എന്തെങ്കിലും വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, എന്തെങ്കിലും കുഞ്ഞു കാര്യം ചെയ്താൽ പോലും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ ഞാൻ ആ സ്നേഹം കൊടുക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അത് കൊടുക്കുന്ന സമയത്താണ് മക്കളിൽ തന്നെ താനായിട്ട് സ്നേഹം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് മക്കളിൽ ശീലിപ്പിക്കുക, വർദ്ധിപ്പിക്കുക, മക്കളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. എപ്പോഴായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്ത് വലിയ അല്ലെങ്കിൽ എന്ത് ചെറിയ സിറ്റുവേഷൻ ആയിക്കോട്ടെ, മക്കളെങ്ങനെ ചേർത്ത് പിടിച്ചോളൂ. നിങ്ങള് ലാളിച്ചോളൂ, ഉമ്മ വെച്ചോളൂ, ഹഗ് ചെയ്തോളൂ. നിങ്ങളുടെ മക്കൾ തന്നെയാണ്, വേറെ ആരുമില്ല. ചില ഉമ്മമാര് പറയും, ഇനിയിപ്പോ അവനെ ഉമ്മ നോക്കി, അല്ലെങ്കിൽ ഇനിയിപ്പോ അവളെ ഉമ്മ നോക്കി, അവളെ കെട്ടിപ്പിടിക്കേ, അവളൊക്കെ വലിയ കുട്ടിയായില്ലേ, കെട്ടിക്കയറാൻ പ്രായമായില്ലേ എന്നൊക്കെ പറയും. എന്റെ ഉമ്മ ഇപ്പൊ എപ്പോഴും എന്നെ ഹഗ് ചെയ്യാറുണ്ട്, എന്നെ കിസ് ചെയ്യാറുണ്ട്. ഞാൻ പബ്ലിക്കലി അത് പറയാണ്. കാരണം അവരുടെ മക്കളാണ്, അവർക്ക് സ്നേഹിക്കാൻ അറിയാം. ശരിക്കും എന്റെ മാതാപിതാക്കളുടെ പാരന്റിങ്ങിലൂടെ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. ഒരു കുട്ടിയെ എന്തൊക്കെ പഠിപ്പിക്കണം, എന്തൊക്കെ പറഞ്ഞ് വളർത്തണം എന്നുള്ളത് ഞാൻ പഠിച്ചു. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആ കുട്ടിയുടെ ഒരു പ്രായം എത്തുന്നവരെ, ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു നമ്മുടെ ബാധ്യത തീർന്നു. പ്രത്യേകിച്ച് ഗേൾസിലാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത തീർന്നു, ഇനി അവന്റെ കയ്യിലാണ്, ഇനി അവരുടെ വീട്ടിൽ നോക്കിക്കോളും. അങ്ങനെയല്ല, നിങ്ങളുടെ മക്കൾ തന്നെയാണ്. അവരെ സ്നേഹിച്ചോളൂ. അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും, അവരെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ്. കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ബാധ്യത ഒന്നും തീർന്നിട്ടില്ല. നിങ്ങളുടെ മക്കളാണ്. അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം, സ്വന്തം മക്കളെ പോലെ. ഈ തള്ളക്കോഴി ചിലപ്പോ കുഞ്ഞ് മറ്റേ കോഴിക്കുട്ടികളൊക്കെ അവരുടെ ചിറകിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കൂലേ, ആ ഒരു ചൂടുന്നതൊക്കെ കിട്ടാൻ വേണ്ടി ആ കംഫർട്ട് സോൺ ആണ്, ആ ഒരു സ്നേഹമാണ് മക്കൾക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് വേണ്ടത്. നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു തണലാണ്, അവർക്കൊരു സ്നേഹമാണ്. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും വലുതായിട്ട്. ഞാനിപ്പോ അവരെ സ്നേഹിച്ചാൽ, ഞാൻ വയസ്സായാൽ എനിക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടും നമ്മൾ പറയാറുണ്ട്. അതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മൾ സ്നേഹിക്കുന്ന എന്തിനാണ്? എന്റെ മകളല്ല, എന്റെ മകനാണ്. നിങ്ങൾ സ്നേഹിക്കുമ്പോ താനേ അവർക്കൊരു ചിന്ത വരും, ഞാൻ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇതുപോലെ ലാളിക്കുന്ന ഉമ്മമാരെ എനിക്ക് വയസ്സായി ഞാൻ അവരെ ഇതുപോലെ നോക്കുമെന്നുള്ള മനസ്സ് താനേ അവരിൽ ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് നമ്മുടെ വിജയം. അല്ലാതെ പല കാര്യങ്ങളും ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഈ ചെയ്തു കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഭാവിയിൽ നമുക്ക് കിട്ടാന്. അതായത് നമ്മൾ വയസ്സായിട്ട് നമ്മുടെ മക്കൾ ഇതൊക്കെ ചെയ്തു തരല്ലോ എന്നുള്ള മനസ്സായിരിക്കും. ആ മനസ്സൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്റെ മകളാണ് അല്ലെങ്കിൽ എന്റെ മകനാണ്, ഞാൻ സ്നേഹിക്കണം, ഞാൻ ചെയ്യണം എന്നുള്ള മനസ്സോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പത്തെ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, മക്കളുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ആഗ്രഹം, എന്തായി തീരണം, വലുതായിട്ട് എന്താവാനാണ് മോളെ അല്ലെങ്കിൽ മോനെ നിന്റെ ആഗ്രഹം, എന്തിലോട്ടാണ് നിനക്ക് പോകേണ്ടത്, എന്താണ് നിന്റെ പാഷൻ എന്നുള്ളത് ചോദിക്കാം. എന്നിട്ട് അതിന് വേണ്ട സപ്പോർട്ടുകൾ നിങ്ങൾ നൽകുക. ഇപ്പൊ കുഞ്ഞു മക്കളെ പോലും നിങ്ങൾ കുഞ്ഞു മക്കളെ അങ്ങനെ നോക്കിയാൽ മതി. ചില കാര്യങ്ങൾക്ക് അവർ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോ കളിമണ്ണായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിരിക്കും, ചിലപ്പോ വരക്കാനായിരിക്കും. ഈ വരക്കാന്നൊക്കെ പറയണത് ഭയങ്കരമായിട്ട് വലിയ ജോലി സാധ്യത ആക്കാൻ പറ്റും നമുക്ക്. പക്ഷെ ഈ വരൊക്കെ നമ്മുടെ കൺസെപ്റ്റിൽ എന്താന്ന് വെച്ചാൽ വരക്കുക, അതൊക്കെ ചെറുതായിട്ട് വരക്കുക, അതൊന്നും ജോലിയല്ലല്ലോ എന്നുള്ളതല്ല. ഇനിയുള്ള ജനറേഷനിൽ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ കഴിവുകൾ മാത്രം നോക്കിയിട്ട് പോകുന്നതാണ്. അപ്പൊ മക്കളുടെ അടുത്ത് ചോദിക്കുക എന്താണ് മോനെ അല്ലെങ്കിൽ എന്താണ് മോനെ നിനയുടെ ആഗ്രഹം, എന്തിലേക്കാണ് നീ പോകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നിങ്ങൾ നൽകുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് അവർക്ക് വേണ്ട സ്നേഹം നൽകുക. എപ്പോഴും എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്നേഹമാണ്. മക്കളെ സ്നേഹിക്കാൻ പഠിക്കാം. മാതാപിതാക്കൾ നൽകി നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കാം. നമുക്ക് ആകെ അറിയുന്ന ഒരു സ്നേഹം ചീത്ത പറയില്ലായിരിക്കും.
ചിലപ്പോ രാവിലെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇന്ന് ഇതാണോ എന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ തന്നെ ഉമ്മമാർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇന്നിപ്പോ പുട്ടാണോ ഉണ്ടാക്കിയതെന്ന് ചോദിക്കും. മക്കളെ അതൊന്നും ഒരിക്കലും ചോദിക്കാതെ ഇരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് അത് കഴിക്കുക. അവരുടെ അടുത്ത് അതേ സ്നേഹം കൊടുക്കുക. നിങ്ങളുടെ ഉമ്മമാരുടെ അടുത്ത് കൊടുക്കുന്ന അതേ സ്നേഹമാണ് എനിക്ക് സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ കിട്ടുന്ന അതേപോലെ തന്നെ നിങ്ങൾ മക്കളെ അല്ലെങ്കിൽ സ്നേഹിക്കാൻ പഠിക്കുക. ഈ ചിലപ്പോൾ രാവിലെ ഉമ്മ ഭയങ്കര റഷിൽ ഫുഡൊക്കെ ഉണ്ടാക്കുകയായിരിക്കും. എന്നിട്ട് രാവിലെ അടുക്കളയിൽ ചെല്ലുമ്പോൾ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. രാവിലെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കിയാൽ ചോദിക്കും, ഇന്നിപ്പോ ദോശയാണോ എന്ന് ചോദിക്കും. ആ ചോദ്യം തന്നെ മതി ഉമ്മമാർക്ക് ആകെ ദേഷ്യം വരാന്. പിന്നെ കംപ്ലീറ്റ്ലി ആ ദിവസം ദേഷ്യമായിരിക്കും. സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാൻ വേറെ ഒന്നുമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് പല രീതിയിലും നമ്മളെ ഇങ്ങനെ പിന്നോട്ട് വലിക്കാനും പല തെറ്റുകളിലേക്കും വലിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിലേക്കൊന്നും പോകാതിരിക്കാനുള്ള കരുത്ത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആരും നമുക്ക് ചെയ്തു തരൂല. അത് നോ പറയേണ്ട സമയത്ത് എനിക്കത് വേണ്ട, എനിക്കത് ചെയ്യാൻ പറ്റൂല എന്നുള്ള കരുത്തോടു കൂടി നോ പറയാൻ നിങ്ങൾ ഓരോ കുട്ടികളും വിദ്യാർത്ഥികളും പഠിക്കണം. അവിടെയാണ് നിങ്ങളുടെ വിജയം, അവിടെയാണ് നിങ്ങൾ ജയിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്ക് തിരിച്ചും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പോകേണ്ട തരത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ഒരു ഡ്രഗ്സ് ആയിട്ട് മിഠായോ അല്ലെങ്കിൽ പൗഡർ എന്തെങ്കിലും തന്നാൽ ഞാനത് വാങ്ങാം എന്നുള്ള തരത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അതെനിക്ക് പറ്റൂല, ഞാനത് പഠിച്ചിട്ടില്ല, എനിക്ക് എന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നുള്ള തരത്തിൽ എനിക്കത് കഴിയൂല എന്ന് പറയാനുള്ള ഒരു കരുത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അവിടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജയിക്കുന്നത്. ഉമ്മമാരുടെ അടുത്തുനിന്ന് ചിലപ്പോൾ സ്നേഹം കിട്ടുമ്പോൾ നമുക്ക് ദേഷ്യമായിരിക്കും. ഈ ഉമ്മ ഒന്ന് പോയിക്കാനാണ് നിങ്ങളിപ്പോ ഓരോ സ്നേഹം. ഇന്നിപ്പോ ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മമാരൊക്കെ മക്കളോട് ഭയങ്കര